ഈ നമ്മുടെ ഗാർഡൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ട് അപ്പം നമ്മുടെ ഈ ഫാനിൻ്റെ ഇതിലിട്ടത് അങ്ങനെ വളർച്ചയില്ല. കാരണം വെച്ചാൽ വളം അതുപോലെ മണ്ണൊക്കെ ഉറച്ച് പോയിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ അത് നമ്മുടെ ഇലേൻ്റെ ചെടി പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു തുമ്പപ്പൂവിനോളം വളർന്നൊരു പൂവാണ്. പിന്നെ അത് നമ്മുടെ ജറബറ അതാ കഴുത്തുനിന്നിട്ട് നിൽക്കുന്നു, ഇന്ന് വിരിഞ്ഞ് എത്താനുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ 10 മണി മുല്ലയൊക്കെ മാറ്റി കുഴിച്ചിടാനുള്ള സമയത്തുണ്ട്. അതിൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ, ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ 10 മണി മുല്ലയൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഫ്ലവർ കേട്ടോ, വൈറ്റ്. പിന്നെ യെല്ലോ, പിന്നെ ഇത് വേറെ 2 കളറുണ്ട്. ഒന്ന് റെഡാണ്, ഒന്ന് റോസാണ്. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. നമ്മൾ 7 സീസൺ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമ്മൾ ജമന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്, അത് മുട്ടിട്ടുണ്ട് കേട്ടോ. അത് ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് ഇനം വളർത്തിയതാണ് ഞങ്ങളൊരു ചെറിയൊരു മുളകും ഹൈബ്രിഡായി മാറിയിട്ടുണ്ട് കേട്ടോ. എത്ര ചെറുപ്പത്തിലേ പൂട്ടിട്ടുണ്ട്, കായ ഉണ്ടാവാനായിട്ടുണ്ട്, കാണുന്നുണ്ടോയെന്നറിയില്ല. പിന്നെ അതാ നമ്മുടെ യെല്ലോ കളറുണ്ട്, ലൈറ്റ് പിങ്ക് വരുന്നുണ്ട്. നമ്മൾ വയനാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ജമന്തി ഇതാ വീണ്ടും പൂത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഡാലിയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് വെറൈറ്റി ഇനം 10 മണി മുല്ലയാണ്. അത് ഓറഞ്ചിൻ്റെയും റെഡിൻ്റെയും കോമ്പിനേഷനാണ്. അത് നമ്മുടെ ഉണ്ടപ്പൂ കേട്ടോ. വെറുതെ കൊണ്ടുപോയി നട്ട ഈ പുൽച്ചെടി ഉണ്ടല്ലോ, അത് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്ന് ഒരു ഡാലിയ ഉണങ്ങിപ്പോയിട്ടോ. അത് വേറെ ഡാലിയാണ്, അത് തളിർത്ത് വരുന്നുണ്ട്. കാശിത്തുമ്പോൾ ഞാൻ ഉണ്ടാകില്ല എന്ന് കരുതിയതാണ്, പക്ഷേ കണ്ടില്ല വൈറ്റ് പൂവായിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓൺലൈനായിട്ട് മീഷോന്ന് വാങ്ങിച്ച തെച്ചി കേട്ടത്, 4 ഇനം തെച്ചി ഉണ്ടായിരുന്നു. അപ്പം തെച്ചി ഇതാ ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ടോ വലിയുള്ളി കേട്ടോ ഉണ്ടായത്, സവാള ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ച കുരുമുളകാണ്, അതൊക്കെ അത് ഒരുവിധം അങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ചെമ്പരത്തിൻ്റെ പൂവിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു.